Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മഷ്റൂം മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ടയ്ക്കൊപ്പം വിളമ്പാൻ വളരെ നല്ലതാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, നമുക്ക് വളരെ വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. മഷ്റൂം കൊണ്ടുള്ള ഈ മഞ്ചൂരിയൻ നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിനൊപ്പമൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ പ്രോസസ്സിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒരു കെറ്റലിൽ വെച്ചിട്ട് തിളപ്പിക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. 2 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും മഷ്റൂമൊക്കെ ചുരുങ്ങി പകുതി വലിപ്പമാകും. അപ്പോൾ നമുക്കത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. മഷ്റൂം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുക. അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർക്കുക. ഇനി ഇത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഈ പൊടികൾ മുട്ടയുമായിട്ട് നന്നായിട്ട് മിക്സ് ആകണം. അതിനുവേണ്ടി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ ബാറ്റർ മഷ്റൂമിൽ പൊതിയുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കി എടുക്കുക. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഓരോന്നായിട്ട് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുട്ട ചേർത്ത് ബാറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഹീറ്റിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കാം. തമ്മിൽ മുട്ടാതെ അകലത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ മഷ്റൂമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആകണം, ഇല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടിരുന്നാലേ ഈ മഞ്ചൂരിയന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മഷ്റൂം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് നല്ലതുപോലെ കുക്കായി നല്ല മുരിഞ്ഞ മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം.
മീഡിയം ഹീറ്റിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക. നല്ല ചൂട് വേണം. ഹൈ ഹീറ്റിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. സവാള ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയാ സോസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയുമായിട്ട് സോയാ സോസ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ റെഡ് ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും ഉപയോഗിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഗ്രേവിക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടുതൽ വെന്ത് പോകാതിരിക്കാനാണ് ഈ സമയത്ത് ചേർക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആ മസാലയിൽ ഇതിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം വെള്ളം ഒഴിക്കുക. ഇനി നന്നായിട്ട് ഈ ഗ്രേവിയൊക്കെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇനി സോസൊന്നും ചേർക്കാനില്ലാത്തത് കൊണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റെങ്കിലും ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഈ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഹൈ ഹീറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഗ്രേവിയൊക്കെ പെട്ടെന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഹീറ്റിൽ വയ്ക്കുന്നത്. കുറച്ച് ഗ്രീൻ അണിയൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലറി അതുപോലെ കോറിയാൻഡർ ലീവ്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂക്കി കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 പിഞ്ചാണ് കേട്ടോ, അതിൽ കൂടുതലൊന്നും ചേർക്കരുത്. ഇത് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടും. അവസാനം ഈ 2 പിഞ്ച് പഞ്ചസാര ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മഷ്റൂം മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ വെച്ച് നടത്തുന്ന ചെറിയ പരിപാടികൾക്കൊക്കെ നമുക്ക് കോളിഫ്ലവർ മഞ്ചൂരിയന് പകരമായിട്ട് നമുക്ക് ഈ മഷ്റൂം മഞ്ചൂരിയൻ വിളമ്പാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിനൊപ്പവും അതുപോലെ ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.